കുംഭമാസ പൂജയ്ക്ക് ശബരിമല നട തുറന്നപ്പോൾ അയ്യനെ ദർശിക്കാൻ പതിനായിരങ്ങൾ എത്തിച്ചേർന്നു. കുംഭം 1 ഇന്ന് പുലർച്ചെ 5 മണിക്ക് നട തുറന്നു. മാസപൂജകൾ പൂർത്തിയാക്കുന്ന ഫെബ്രുവരി 17 വരെ ദിനംപ്രതി 50,000 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിച്ചിട്ടുള്ളത്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, എത്രത്തോളം വലിയ തിരക്കുണ്ട് എന്ന് നട തുറന്നപ്പോൾ? വീണ, വിനോദ്, ശുഭദിനം. കുംഭമാസ പുലരിയിൽ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിന് വേണ്ടി പതിനായിരങ്ങൾ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ വലിയ തിരക്കുണ്ട്. ഇന്നലെ മുതൽ 17-ാം തീയതി വരെ കുംഭമാസ പൂജ പൂർത്തിയാക്കി നടയടയ്ക്കുന്ന 17-ാം തീയതി വരെ 50,000 പേർക്കാണ് പ്രതിദിനം വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുണ്ട്. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് അങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടില്ല. വരുന്ന ആളുകൾക്കെല്ലാം, ഭക്തജനങ്ങൾക്കെല്ലാം സ്പോട്ട് ബുക്കിങ്ങിലൂടെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ 50,000 മുഴുവൻ ആളുകളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദർശനത്തിന് വേണ്ടി. ഇന്നും മുഴുവൻ ആളുകളും 50,000-നടുത്ത് ആളുകൾ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ ദേവസ്വം ബോർഡിൽ നിന്നും ലഭ്യമാകേണ്ടതുമുണ്ട്. ഇന്ന് രാവിലെ 5 മണിക്ക് നട തുറന്നു. നിർമാല്യ ദർശനം, അഷ്ടാഭിഷേകം, ഉഷപൂജ, ഉദയാസ്തമന പൂജ അടക്കമുള്ള പതിവ് പൂജകൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജയോടുകൂടി നടയടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വൈകിട്ട് 6:30-ക്ക് ദീപാരാധന. രാത്രി 9:50-ന് ഹരിവ്രാസനം പാടി 10 മണിക്ക് നട തുറക്കും. രാവിലെ ശരാശരി തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഫ്ലൈ ഓവറൊക്കെ മുഴുവൻ ഭക്തജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. താഴെ നടപ്പന്തലിലും തിരക്കുണ്ട്. പക്ഷേ ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കാതെ തന്നെ അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള സൗകര്യം ഇന്ന് രാവിലെ ഉണ്ട്. ഇന്നലെ വൈകിട്ട് നട തുറന്നപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ശരാശരി തിരക്കായിരുന്നു ഇന്നലെയും അനുഭവപ്പെട്ടത്. നിയന്ത്രണ വിധേയമായിട്ടുള്ള തിരക്കായിരുന്നു ഇന്നലെയും അനുഭവപ്പെട്ടത്. കൂടുതൽ സമയം കാത്തു നിൽക്കാതെ തന്നെ വരി മുന്നോട്ട് നീങ്ങുന്നുണ്ടായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയും. ഇന്നലെ രാത്രിക്ക് ശേഷം ഒരു 8 മണിക്ക് ശേഷം സുഗമമായ ദർശനം ആ സമയത്ത് എത്തിയ ഭക്തജനങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്തു. കൂടുതൽ ഭക്തജനങ്ങൾ തമ്പടിക്കാതെ തന്നെ വളരെ വേഗത്തിൽ ദർശനം പൂർത്തിയാക്കി മലയിറങ്ങുന്നുമുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്നെത്തുന്ന ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തെ മാസപൂജയ്ക്ക് ഉണ്ട്. സാധാരണഗതിയിൽ മറ്റ് മുൻ വർഷങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ മലയാളികളായ ഭക്തജനങ്ങളാണ് ഈ മാസപൂജ സമയത്ത് 6 ദിവസം നട തുറന്നിരിക്കുമ്പോൾ കൂടുതലായിട്ട് എത്തുക. പക്ഷേ ഇത്തവണ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഇത്തവണത്തെ ഈ മാസപൂജയ്ക്ക് 6 ദിവസം നട തുറക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് തമ്പടിച്ചിരിക്കുന്നു. ആ കുഞ്ഞു മാളികപ്പുറങ്ങളടക്കം, കുഞ്ഞ് 1 വയസ്സിൽ താഴെയുള്ള മാളികപ്പുറങ്ങളുടെ നിഷ്കളങ്കമായ ചിരിയോടുകൂടിയ, കുസൃതി ചിരിയോടുകൂടിയ നിഷ്കളങ്കമായ ആ ഭക്തിയൊക്കെ സന്നിധാനത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ കുഞ്ഞു മാളികപ്പുറം എവിടുന്നാ വരുന്നത്? വീട്ടിൽ നിന്ന്, കോഴിക്കോട്. പേരെന്താ കുഞ്ഞിന്റെ പേര് കല്ലു. എത്ര മാസമായി? 9 മാസം. ചടങ്ങ് ഉണ്ടോ സ്വാമിക്ക്? ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ചോറ് കൊടുക്കാന്നുള്ളതുണ്ടായിരുന്നു. എന്നിട്ട് കൊണ്ടുവന്നതാണ്. കല്ലുമോളുടെ കുസൃതിയൊക്കെയാണ് കുറച്ചു നേരമായിട്ട് ഇവിടെ ആകർഷിക്കുന്നത്. ആരൊക്കെയുണ്ടോ ഒപ്പം? ഒപ്പം അവൻ്റെ അമ്മ ഉണ്ട്, അച്ഛനുണ്ട്. അമ്മ പമ്പയിലാണ്. പിന്നെ അമ്മമ്മ ഉണ്ട്, മുത്തച്ഛനുണ്ട്, അച്ഛമ്മ ഉണ്ട്, അച്ഛനുണ്ട്. ചോറൂണ് എപ്പോഴാ കഴിഞ്ഞു? ചോറൂണ് കഴിഞ്ഞിട്ടില്ല. ചോറൂണ് 8:30 ഇന്ന് തന്നെ പുറപ്പെടുവോ തിരികെ? ഒന്ന് പോവും. ഇന്നെ തിരിഞ്ഞു പോകണം. കോഴിക്കോടെന്നുള്ള കല്ലുമുളുടെ ആ കുസൃതി ചിരിയും നിഷ്കളങ്കമായ അയ്യപ്പസ്വാമിയെ നിഷ്കളങ്കതയോടുകൂടി ദർശിക്കുന്നതിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പൊക്കെ കുറച്ച് സമയമായിട്ട് സന്നിധാനത്ത് ഭക്തജനങ്ങളെ, ഇവിടെയുള്ള അയ്യപ്പന്മാരെയൊക്കെ ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളടക്കം, കുഞ്ഞ് അയ്യപ്പ ഭക്തരടക്കം, മാളികപ്പുറങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ സന്നിധാനത്ത് ഉണ്ട്. ഒരു കുംഭമാസ പുലരിയിലെ സവിശേഷ കാഴ്ചയായിട്ട് അങ്ങനെ ചില നിഷ്കളങ്കമായ കാഴ്ചകളൊക്കെ സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നു. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്തോട് പോലെ തന്നെ മിനിറ്റിൽ 80ഓളം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിടുന്നുണ്ട്. വളരെ വേഗത്തിൽ തന്നെ 18-ാം പടി കയറ്റി ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് ഭക്തജനങ്ങളെ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. 50,000-ത്തിലധികം ഭക്തജനങ്ങൾ വെർച്വൽ ക്യൂ വഴി 50,000-ത്തോളം ഭക്തജനങ്ങളും ഒപ്പം സ്പോട്ട് ബുക്കിംഗ് ക്രമപ്പെടുത്തി
ഏർപ്പെടുത്തിയിട്ടില്ല. പരമാവധി ഭക്തജനങ്ങൾക്ക് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സന്നിധാനത്തേക്ക് എത്തുവാൻ സാധിക്കുന്നുണ്ട്. തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുമുണ്ട്. പക്ഷേ നിയന്ത്രണ വിധേയമാണ് തിരക്ക്. വളരെ വേഗത്തിൽ തന്നെ അധിക സമയം കാത്തു നിൽക്കാതെ തന്നെ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് എത്തുന്നതിനും അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള ഒരു ക്രമീകരണവുമാണ് ഈ മാസപൂജ കാലത്തും ഇവിടെ സന്നിധാനത്ത് ഉള്ളത്. ഫ്ലൈ ഓവർ ഏകദേശം നിറഞ്ഞിരിക്കുകയാണ്. 18-ാം പടിക്ക് താഴെയും ഭക്തജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ട്. ക്രമബന്ധമായിട്ടാണ് ഓരോ സമയത്തും പരമാവധി ആളുകളെ 80 മിനിറ്റിൽ 80ഓളം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി ഫ്ലൈ ഓവറിന് മുകളിലേക്ക് എത്തിച്ച് നടപ്പന്തൽ അടച്ച് അതിനുശേഷം ക്രമഘട്ടമായിട്ടാണ് ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഭക്തജനങ്ങളെ മണ്ഡല മകരവിളക്ക് കാലത്തെ പോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ ആ ക്രമീകരണത്തോടു കൂടി തന്നെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വേഗത്തിൽ തന്നെ ക്യൂ നീളുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൂടുതൽ തിക്കും തിരക്കും അങ്ങനെ ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നില്ല. എന്തായാലും കൂടുതൽ ആളുകൾ അങ്ങനെ തമ്പടിക്കുന്നുമില്ല. മണ്ഡല മകരവിളക്ക് കാലത്ത് ഭക്തജനങ്ങൾ ദർശനം പൂർത്തിയാക്കിയാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുമൊക്കെ കൂടുതൽ സമയം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിട്ട് തമ്പടിക്കുന്ന കാഴ്ച നമുക്ക് മണ്ഡല മകരവിളക്ക് കാലത്ത് കാണാൻ കഴിയുമായിരുന്നു. അത് സന്നിധാനത്ത് തിരക്ക് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുമായിരുന്നു. പക്ഷേ അങ്ങനത്തെ സാഹചര്യമൊന്നും ഈ മാസപൂജ കാലത്ത് നട തുറക്കുമ്പോൾ കാണാൻ കഴിയില്ല. പാണ്ടിത്താവളത്തും മാളികപ്പുറം ആ മേഖലകളിലൊക്കെ തമ്പടിക്കുന്ന ഭക്തജനങ്ങൾ മണ്ഡല മകരവിളക്ക് കാലത്ത് സാധാരണ കാഴ്ചയായിരുന്നു. പക്ഷേ ഇത്തവണ അവിടെയൊക്കെ പാണ്ടിത്താവളവും മാളികപ്പുറവും അന്നദാന മണ്ഡപവും അങ്ങനെയുള്ള ഭക്തജനങ്ങൾ കൂടുതലായി സാധാരണഗതിയിൽ തമ്പടിക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ ഇത്തവണ മാസപൂജ കാലത്ത് വിജനമാണ്. അങ്ങനെ കൂടുതൽ ഭക്തജനങ്ങളുടെ തിരക്ക് ആ മേഖലകളിലൊന്നും കാണാൻ ഇല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രത്യേകത ഇത്തവണ മലയാളികൾ അല്ലാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ ബാഹുല്യം ഇത്തവണ ഈ മണ്ഡല മാസപൂജ കാലത്ത് നട തുറന്നപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ മാസപൂജ കാലത്ത് മാസപൂജയ്ക്ക് നട തുറന്നപ്പോൾ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും ഇത്തവണ കുംഭമാസത്തിൽ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്തിന് ശേഷം നടയടച്ചതിന് ശേഷം ഒരു മാസപൂജയ്ക്ക് വേണ്ടി ആദ്യം നട തുറക്കുന്ന കുംഭമാസ കാലത്ത് അനുഭവപ്പെടുന്നു എന്നുള്ള പ്രത്യേകതയും ഇത്തവണ കാണാൻ കഴിയുന്നുണ്ട്. ഫ്ലൈ ഓവർ നിറഞ്ഞിരിക്കുകയാണ്. ഫ്ലൈ ഓവറിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ അധികം കാത്തു നിൽക്കാതെ തന്നെ ഭക്തജനങ്ങൾ സോപാനത്തിന് സമീപത്തേക്ക് നീങ്ങുന്നു, അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നു. കുംഭമാസ പുലരിയിൽ ഒരു പുതിയ തുടക്കവും ഒരു പുതിയ മാസത്തിന്റെ ആരംഭവും ഒക്കെ ആവുമ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു ദിവസത്തിന്റെ തുടക്കത്തിന് വേണ്ടി, നല്ല ഒരു മാസത്തിന്റെ തുടക്കത്തിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പിന്റെ കാത്തു നിൽക്കുന്ന സോപാനത്തിന് സമീപത്തേക്ക് ഫ്ലൈ ഓവറിന് താഴത്തേക്ക് കാത്തു നിൽക്കുന്ന ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നുള്ള കാര്യവും ഉണ്ട്. 50,000-ത്തിലധികം ഭക്തജനങ്ങൾ ഇനിയുള്ള മണിക്കൂറുകളിലായിരിക്കും ദേവസ്വം ബോർഡിൽ നിന്നും ഇന്നലെ എത്തിയ ഭക്തജനങ്ങളുടെയും ഇന്ന് ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങളുടെയും എല്ലാം യഥാർത്ഥ കണക്ക് ലഭ്യമാവുകയുള്ളൂ. ഇന്നലെ വെർച്വൽ ബുക്കിംഗ് മുഴുവൻ ഭക്തജനങ്ങളും 50,000 ഭക്തജനങ്ങൾക്ക് വേണ്ടി വെർച്വൽ ബുക്കിംഗ് ക്രമീകരിച്ചപ്പോൾ ഇന്നലെ വെർച്വൽ ക്യൂ മുഴുവൻ ഭക്തജനങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ദർശനത്തിന് വേണ്ടി എത്ര ആളുകൾ ഇതിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലത്ത് അനുഭവപ്പെട്ടതിന് സമാനമായ തിരക്ക് ഉണ്ടാകും മാസപൂജയ്ക്ക് എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ഏകദേശം 53 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് കാലത്ത് എത്തി എന്നാണ് പറയുന്നത്. മുൻ വർഷത്തേക്കാൾ 10 ലക്ഷത്തിലധികം ഭക്തജനങ്ങളുടെ വർധനവ്, ഒപ്പം വരുമാനത്തിലും ഗണ്യമായ വർധനവ് ഉണ്ടായ ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടന കാലത്തിന് ശേഷമുള്ള ആദ്യ മാസപൂജ കാലത്തും ഇത്തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെടാൻ, സമാനമായ തിരക്ക് അനുഭവപ്പെടാം എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. എത്രത്തോളം ഭക്തജനങ്ങളാണ് എത്തിയത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. താഴെ നടപ്പന്തലിന്റെ ഭാഗത്ത് തിരക്കുണ്ട്, ഫ്ലൈ ഓവറിൽ തിരക്കുണ്ട്. ഇന്നലെ രാത്രിക്ക് ശേഷം 8 മണിക്ക് ശേഷം എത്തിയ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം ലഭ്യമായ സമയമായിരുന്നു. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യമായി കരുതുന്ന ഒരു കാര്യമാണ് അയ്യപ്പസ്വാമിയെ തിക്കും തിരക്കും ഒന്നും കൂടാതെ സുഗമമായി ഒന്ന് ദർശിക്കുക എന്നുള്ളത്. ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം എത്തിയ ഭക്തജനങ്ങൾക്ക് അങ്ങനെ ഉള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇന്നലെയും ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അങ്ങനെ രാത്രി സമയത്ത് അനുഭവപ്പെടാത്തത് കൊണ്ട് തന്നെ 9:50 ഹരിവരാസനം പാടി 10 മണിക്ക് തന്നെ നടയടച്ചു. 17-ാം തീയതി വരെ മാസപൂജ പൂർത്തിയാകുന്ന ദിവസം വരെ 10 മണിക്ക് നടയടയ്ക്കുമെന്നാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രി സമയത്ത് ഭക്തജനങ്ങളുടെ തിരക്ക് ബാഹുല്യം കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും എന്നുള്ള സമയത്തിൽ പുനഃക്രമീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് ആ ദിവസങ്ങളിൽ 10 മണിക്ക് ശേഷമായിരിക്കും നട അടയ്ക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ തിരക്കുണ്ട്, പക്ഷേ തിരക്ക് ശരാശരി തിരക്കാണ്.
വിധേയമായ തിരക്കാണ്. വളരെ വേഗത്തിൽ തന്നെ ഭക്തജനങ്ങൾ ദർശനത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. അതെ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ വൈകിട്ടാണ് കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. 1-ാം തീയതി അയ്യനെ ദർശിക്കാനായി നിരവധി ആളുകൾ എത്തുന്നു. പ്രത്യേകിച്ചും മണ്ഡല മകരവിളക്ക് കഴിഞ്ഞുള്ള ആദ്യത്തെ മലയാള മാസം. ഇത് മാത്രമല്ല വിനോദ്, എനിക്ക് തോന്നി ഈ മലയാള മാസം 1-ാം തീയതി നട തുറക്കുന്ന ദിവസങ്ങളിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല തിരക്കുണ്ട്. ഭക്തരുടെ എണ്ണം കൂടുതലാണ്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് തിരക്ക് വളരെ കൂടിയതായതുകൊണ്ട് പ്രായമായവർ, കൊച്ചുകുട്ടികൾ, അവർക്കൊക്കെ അങ്ങോട്ടേക്ക് എത്താൻ വലിയ പ്രയാസം അനുഭവപ്പെടുന്നു. അപ്പോൾ മാസപൂജയ്ക്ക് പോയി തൊഴാം എന്നുള്ള കണക്കുകൂട്ടിലേക്ക് എല്ലാവരും മാറുകയാണ്. നൂറ്റാണ്ടുകളായി തന്നെ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഈ മലയാള മാസപൂജ സമയത്താണ് കുട്ടികൾക്ക് ചോറൂണൊക്കെ അവിടെ കൂടുതലായി നടക്കുക എന്നുള്ളത്.